പോയതൊന്നും തിരിച്ചു കിട്ടില്ല. പോയവരൊന്നും തിരിച്ചു വരില്ല. അത് അവനായാലും, അവളായാലും, ആ കാലഘട്ടമായാലും. ഇതൊക്കെ പലർക്കും അറിയാം. എന്നിട്ടും ആ പഴയ മെമ്മറീസ്, ആ പഴയ മൊമെന്റ്സ് അത് ചിന്തിച്ചിരിക്കും. ഞാൻ ചെറിയൊരു കഥ പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. പണ്ടൊരിക്കെ ഒരാള് ഒരു അത്യാവശ്യ കാര്യമായിട്ട് പെട്ടെന്നൊരു സ്ഥലത്ത് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടുന്നു. ഉടനെ തന്നെ ടിക്കറ്റ് എടുത്ത അയാള് അടുത്ത പ്ലാറ്റ്ഫോമിലുള്ള ട്രെയിനിലേക്ക് ഓടിക്കയറുന്നു. ഏറെ ക്ഷീണിതനായ അദ്ദേഹം ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. ട്രെയിൻ അതിവേഗത്തിൽ കുതിച്ചു പാഞ്ഞു. ഒരു മൊമെന്റ് എത്തിയപ്പോൾ ആള് കണ്ണു തുറന്നു. പുറത്തെ കാഴ്ചകൾ കണ്ടിരുന്നപ്പോൾ അയാൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. തനിക്ക് പോകാനുള്ള സ്ഥലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ദിശയിൽ ഓടുന്ന ഒരു ട്രെയിനിലായിരുന്നു ധൃതിയിൽ അദ്ദേഹം കയറിയിരുന്നതെന്ന്. ഇത് തിരിച്ചറിഞ്ഞ ഉടനെ ആൾ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇറങ്ങി. ഇറങ്ങിയതിന് ശേഷം തനിക്ക് പോകാനുള്ള സ്ഥലത്തേക്കുള്ള അടുത്ത ട്രെയിൻ എപ്പോഴാണെന്ന് തിരക്കി. ഈ കാര്യങ്ങൾ ആള് മനസ്സിലാക്കിയതിന് ശേഷം ആള് അടുത്ത ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആൾ ഒരു കാര്യം ചിന്തിച്ചു. നമ്മൾ എത്ര ദൂരം പുറകോട്ട് വരുന്നോ അത്രയും ദൂരം നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. നമ്മൾ പുറകിലോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് എത്ര നേരത്തെ നമ്മൾ തിരിച്ചറിയുന്നോ അത്രയും മുമ്പോട്ടുള്ള ദൂരം കുറയുമെന്ന്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ട്രെയിൻ, ഇറ്റ്സ് അബൌട്ട് സംതിങ് എൽസ്. സോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുള്ള കാര്യങ്ങൾ, ഈ കാലഘട്ടം, ഈ ഭൂമി, ഈ സമയം, ഇതെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പഴയ കാര്യങ്ങൾ, പഴയ മെമ്മറീസ്, പഴയ മൊമെന്റ്സ് അതിൽ സ്റ്റെക്കായിക്കൊണ്ട് ഈ നിമിഷത്തെ മറക്കുമ്പോൾ, പ്രസന്റ് ജീവിക്കാൻ മറന്നു പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് മനോഹരമായ ഒരു നാളെയാണ്. വൈ ആർ യു സ്റ്റിൽ സ്റ്റക്ക് ഇൻ ദ പാസ്റ്റ്? ഇന്നുകളിൽ ജീവിക്കാതെ ആ പഴയ കാലഘട്ടം, ആ പഴയ മൊമെന്റ്സ്, ആ പഴയ മെമ്മറി എന്തുകൊണ്ട് നമ്മൾ പാസ്റ്റിൽ സ്റ്റക്കായി പോകുന്നു? ഇതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്ന് ഇമോഷണൽ അറ്റാച്ച്മെന്റ്. നമ്മൾ ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ള പല മെമ്മറീസും നമുക്ക് പലപ്പോഴും ഓർമ്മയുണ്ടാവും. നമ്മുടെ ഫസ്റ്റ് ലവ് നമുക്ക് ഓർമ്മയില്ലേ? അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും സെപ്പറേറ്റ് ആയി പോയത്, അതല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചു പോയത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിജയം, അല്ലെങ്കിൽ ഏറ്റവും വലിയ അപമാനം, ഇങ്ങനത്തെ ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാവും. ഇഫ് ഇമോഷൻ ഗെറ്റ് സ്ട്രോങ്ങർ ദ മെമ്മറി ആൾസോ. അവസാനം കിട്ടാത്ത കഥ. നമ്മുടെ ബ്രെയിന് പലപ്പോഴും ഒരു കംപ്ലീറ്റ് ക്ലോസിങ് കിട്ടണം മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾക്കും. അപ്പോൾ നമുക്ക് പണ്ടൊരാളെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു, പക്ഷെ നമ്മൾ അയാളോട് പറഞ്ഞതൊന്നുമില്ല. സോ അത് നമ്മളെ മൈൻഡിൽ ഇങ്ങനെ വേട്ടയാടുന്നില്ലേ? അതേപോലെ അറിഞ്ഞോ അറിയാതെയോ പണ്ട് ആരോടോ ചെയ്തൊരു തെറ്റ് മാപ്പ് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ചോദിച്ചിട്ടില്ല. അതും നമ്മുടെ വേട്ടയാടുന്നില്ലേ? അങ്ങനെ കംപ്ലീറ്റ് ആവാത്ത കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ബ്രെയിന് നമ്മളിങ്ങനെ അത് റിമെമ്പർ ചെയ്തുകൊണ്ടിരിക്കും. അതും പാസ്റ്റ് ഓർമ്മിപ്പിക്കാൻ ഒരു കാരണമാണ്. പാസ്റ്റിൽ സ്റ്റക്ക് ആവാൻ ഒരു റീസൺ ആണ്. അടുത്തതാണ് നൊസ്റ്റാൾജിയ, മധുരമുള്ള ഓർമ്മകൾ. നമ്മുടെ ഇപ്പോൾ ലൈഫിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുമ്പോൾ, ഹാർഡായിട്ടുള്ള ഡേയ്സ് ഓവർകം ചെയ്തു പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും, പണ്ടൊക്കെ എന്ത് രസമായിരുന്നില്ലേ, പണ്ടൊക്കെ നല്ല അടിപൊളിയായിരുന്നില്ലേ. ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയാറുണ്ട്, ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഹോംവർക്കിൻ്റെ പേടി മാത്രമേ ഇനി, ഇപ്പം 4 ഭാഗത്തും പ്രശ്നങ്ങളാണ്. സോ നമ്മൾ ലൈഫിൽ ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻസ് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തും നമുക്ക് പഴയത് ഓർമ്മ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇതിലേറെ കുറച്ചുകൂടി സിമ്പിൾ ആയിരുന്നല്ലോ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, നമ്മുടെ ബ്രെയിൻ പലപ്പോഴും സേഫ് ആയിട്ടിരിക്കാനാണ് ഇഷ്ടം. സോ ആ പഴയ കഥകൾ അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളും സേഫും അല്ലേ. ഇപ്പോൾ ഭയങ്കര സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ആണല്ലോ. സോ അതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. മെൻ്റൽ ട്രോമ. നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടല്ലോ, നമ്മുടെ നെഞ്ചിൽ മുറിവേൽപ്പിച്ച ആ പഴയ ഓർമ്മകൾ, അത് പലപ്പോഴും നമ്മളെ പാസ്റ്റിൽ പിടിച്ചിരുത്താറുണ്ട്. പലപ്പോഴും ആ ഓർമ്മകൾ തിരിച്ചു വരുന്നത് ചില പാട്ട് കേൾക്കുമ്പോഴോ, അല്ലെങ്കിൽ അന്ന് പോയിരുന്ന അതേ സ്ഥലത്ത് പോകുമ്പോഴോ, അന്ന് കണ്ടിരുന്ന അതേ ആളുകളെ കാണുമ്പോഴോ പലപ്പോഴും അത് ഒന്ന് ട്രിഗർ ആവാറുണ്ട്. ആക്ച്വലി ഈ മെൻ്റൽ ട്രോമ അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഇറ്റ്സ് എ സെപ്പറേറ്റ് എടുക്കേണ്ട ടോപ്പിക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്താണ് റിഗ്രഷൻ, ഖേദം. പലപ്പോഴും നമുക്ക് തോന്നാറില്ലേ, അന്നങ്ങനെ പറയാമായിരുന്നു, അന്നങ്ങനെ പറയരുതായിരുന്നു, ചെയ്യാമായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ. ഞാൻ ചെറിയൊരു കഥ പറയാം. എൻ്റെ പരിചയത്തിലുള്ള ഒരാളുണ്ട്. ആൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ആൾ ഒരു കുട്ടിയായിട്ട് കമ്പനിയാവുന്നു. ആ കമ്പനി വളർന്ന് വളർന്ന് അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ്, പക്ഷെ രണ്ടാളും അത് പറഞ്ഞിട്ടില്ല. ആ ഫ്രണ്ട്ഷിപ്പ് തകരുമെന്ന് കരുതിയിട്ടോ, ആ ബന്ധത്തിന് എന്തെങ്കിലും കോട്ടം പറ്റുമെന്ന് കരുതിയിട്ടോ ഇവർ രണ്ടാളും ഇത് പറയാൻ മുതിർന്നില്ല. അങ്ങനെ കാലം മുന്നോട്ട് പോയി. ഒരു മൊമെന്റിൽ ഇവന് തോന്നുകയാണ്, അവൾ കൂടെ ഉണ്ടെങ്കിൽ ലൈഫ് കുറച്ചുകൂടി നന്നായിരിക്കുമെന്ന്. സ്പോട്ടിൽ അവൻ ഫോൺ എടുത്തിട്ട് വിളിച്ചു. പക്ഷെ അപ്പോഴേക്കും അവൾ മറ്റാരുടേതോ ആയിത്തീർന്നിരുന്നു. ആക്ച്വലി ഇവിടെ ഓൻ ഇപ്പോഴും ഉണ്ട് അതിൻ്റെ റിഗ്രഷൻ. അതായത്
അന്ന് ഞാൻ പറയാൻ വൈകിയതുകൊണ്ടല്ലേ ഇന്ന് എനിക്ക് ഓളെ നഷ്ടമായത് എന്നുള്ളതിൻ്റെ ഖേദം. പല കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ, ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത സമയത്ത് ചെയ്താലും നമുക്ക് ഖേദം തോന്നാറുണ്ട്. അതുപോലെ ഒന്നാണ് ഗിൽട്ട് അഥവാ കുറ്റബോധം. നമുക്ക് പലപ്പോഴും തോന്നാറില്ലേ, ഇൻ്റെ തെറ്റാ, ഞാൻ കാരണാന്നൊക്കെ. എൻ്റെ പരിചയത്തിലുള്ള മറ്റൊരാളുണ്ട്. ആള് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ആൾക്കൊരാളെ ഇഷ്ടാവുന്നു. അയാള് സ്പോട്ടിൽ പോയി പ്രപ്പോസ് ചെയ്തു. ഓപ്പോസിറ്റുള്ള ആൾക്കും ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതങ്ങനെ ദിവസങ്ങളോളം മുന്നോട്ട് പോയി. പോയ സമയത്ത് ആളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇയാളൊന്ന് സംസാരിച്ചു. ഓപ്പോസിറ്റുണ്ടായിരുന്ന ആൾക്ക് ട്രസ്റ്റ് അതോടുകൂടി ബ്രേക്കായി. ആ റിലേഷൻ അവിടെ തീർന്നു. ഇപ്പോഴും അയാൾക്ക് തോന്നാറുണ്ട്, ഞാനന്ന് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഞാനന്ന് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. ഗിൽട്ടും റിഗ്രഷനും നിങ്ങളെ ഒരുപാട് കാലം വേട്ടയാടും. അന്ന് സംഭവിച്ച കാര്യങ്ങൾ, അന്ന് ചെയ്ത കാര്യങ്ങൾ ഒരു ബ്ലാക്ക് മാർക്കായിട്ട് എന്നും നിങ്ങളുടെ മനസ്സിൽ കിടക്കും. അതുപോലെ ഒരെണ്ണമാണ് ഐഡന്റിറ്റി. നമുക്ക് പണ്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുത്ത ഒരു ഐഡന്റിറ്റി ഉണ്ടാവില്ലേ? ആ ഒരു അടിപൊളി ക്യാരക്ടർ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, പലപ്പോഴും ചുറ്റും ഒരു കൂട്ടം തന്നെ ഉണ്ടാവും. ഇന്നങ്ങനെ ചുറ്റും കൂട്ടമൊന്നുമില്ല, മൊത്തത്തിലൊരു ഒറ്റപ്പെടലാണ്. ഈ കാലഘട്ടത്തിൽ പല തോൽവികളും ഫേസ് ചെയ്യുമ്പോൾ, പലപ്പോഴും പരാജയപ്പെട്ടു പോകുമ്പോൾ നമുക്കിങ്ങനെ തോന്നും, ആ പയ്യൻ ഞാൻ എത്ര അടിപൊളിയായിരുന്നല്ലേ. ഇപ്പം ചിലരൊക്കെ പറയാറില്ലേ, പണ്ട് മിടുക്കനായിരുന്നു, പിന്നീട് എന്തൊക്കെയോ സംഭവിച്ചു എന്ന്. ആക്ച്വലി അതാണ് ഐഡന്റിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ടുണ്ടായിരുന്ന നിങ്ങളുടെ ആ അടിപൊളിയായിട്ടുള്ള ക്യാരക്ടറിനെ ഇപ്പോൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പരാജയങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. ആ ഓർമ്മയിൽ നിങ്ങൾ സ്റ്റക്കാവും. ആ പഴയ ഞാൻ അടിപൊളിയാന്ന് പറഞ്ഞിട്ട് ഈ പ്രസൻറ്റിൽ ജീവിക്കാൻ മറക്കും. ആക്ച്വലി ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ ഈ പാസ്റ്റിൽ നിന്ന് റിക്കവർ ആയില്ല, ഈ പാസ്റ്റിൽ സ്റ്റക്കാണെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നിങ്ങൾക്ക് ഈ പ്രസൻറ്റ് അല്ലെങ്കിൽ ഈ മൊമെൻറ്റ് എൻജോയ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. നിങ്ങൾ ആ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നതുകൊണ്ട് ഈ മൊമെൻറ്റിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. പിന്നെന്താണ് ഫിയർ ഓഫ് ഫ്യൂച്ചർ, ഭാവിയെക്കുറിച്ചുള്ള പേടി. അതുപോലെ നമ്മുടെ കോൺഫിഡൻസ് പതിയെ പതിയെ കുറയാൻ തുടങ്ങും. ഡിപ്രഷനും ആൻസൈറ്റിയും വരാനുള്ള ചാൻസ് കൂടും. നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ മടിയായിരിക്കും. പണ്ടെടുത്ത ഒരുപാട് തീരുമാനങ്ങൾ പാളിപ്പോയോണ്ട് നമുക്ക് പുതിയ ഡിസിഷൻ എടുക്കാൻ തന്നെ തോന്നൂല. പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ തോന്നൂല. പണ്ട് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടാവാം. അതൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഇനിയും വഞ്ചിക്കപ്പെടുമോ എന്നുള്ള ഭയം കാരണം നിങ്ങൾക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാം, എന്നിട്ട് എങ്ങനെ ഒരു ബെറ്റർ ലൈഫ് ബിൽഡ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ആക്സെപ്റ്റ് ഇറ്റ്. അതങ്ങ് സ്വീകരിക്കുക. അന്നങ്ങനെ സംഭവിച്ചു, ഇറ്റ്സ് ഓക്കെ. അത് പാസ്റ്റ് അല്ലേ, എനിക്കൊന്നും മാറ്റാൻ കഴിയില്ലല്ലോ, സോ ലീവ് ഇറ്റ്. ഇനി അതിൻ്റെ ബാക്കിൽ എന്ത് ചെയ്യാൻ പറ്റും ചിന്തിക്കുക. എന്തെങ്കിലും തിരുത്താൻ പറ്റിയെങ്കിൽ, ആരോടെങ്കിലും മാപ്പ് പറയാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഫോക്കസ് ഓൺ പ്രസൻറ്റ്. ഈ നിമിഷത്തിൽ ജീവിക്കുക. ഈ നിമിഷം നിങ്ങളുടെ ചുറ്റും ഒരുപാട് മനോഹരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതിൽ ശ്രദ്ധിക്കുക. ഇനി ഞാൻ ചെറിയൊരു കഥ പറയാം. ഒരു ഗ്രാമത്തിൽ ഒരു സുന്ദരിയായ മിടുക്കി കുട്ടി ഉണ്ടായിരുന്നു. ഏറെക്കാലം കാത്തിരുന്ന് കണ്ട കുഞ്ഞിക്കാലായോണ്ട് അതിൻ്റേതായ ഇഷ്ടം അതിൻ്റെ പേരൻസിന് അതിനോടുണ്ടായിരുന്നു. അവക്ക് പൂക്കൾ എന്ന് പറഞ്ഞാൽ ജീവനാ. സോ പേരൻസ് എന്ത് ചെയ്തു, ഓക്കും വേണ്ടിയിട്ടൊരു പൂന്തോട്ടം തന്നെ തയ്യാറാക്കി. ഓൾ അതിനെ പരിപാലിക്കും, ചെടികൾക്കെല്ലാം വെള്ളമൊഴിക്കും, കാര്യങ്ങളൊക്കെ ആ കൊച്ചുകുട്ടി മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നു. പക്ഷെ ഒരു ദിവസം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവുണ്ടാവുന്ന ചെടി ഉണങ്ങാൻ തുടങ്ങി. കുട്ടിക്ക് വിഷമായി. കുട്ടി വെള്ളം ഒഴിച്ചു കൊടുത്തു, പല രീതിയിൽ പലതും ശ്രമിച്ചു നോക്കി ആ ചെടിയെ തിരിച്ചു കൊണ്ടുവരാൻ. പക്ഷെ ആ ചെടി ഉണങ്ങിപ്പോയി. കുട്ടിക്ക് വല്ലാണ്ട വിഷമായി. അവൾ ഒരുപാട് ദിവസം ഭയങ്കര സങ്കടത്തിലായിരുന്നു. ആ കഴിഞ്ഞുപോയ, ആ കരിഞ്ഞുപോയ, ആ ഉണങ്ങിപ്പോയ ആ ചെടിയെ ആലോചിച്ച് അവർ പ്രസൻറ്റ് തന്നെ മറന്നുപോയി. ദിവസങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി. മുന്നോട്ട് പോയി ഒരു മൊമെൻ്റ് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. എൻ്റെ ചെടിയെ എനിക്ക് നഷ്ടമായി, പ്രിയപ്പെട്ട പൂവിനെ എനിക്ക് നഷ്ടമായി. പക്ഷേ പൂന്തോട്ടത്തിൽ വേറെയും ചെടികളില്ലേ? കുട്ടി അവിടുന്ന് ഇറങ്ങി ഓടി. പൂന്തോട്ടത്തിലെത്തിയപ്പോഴാണ് കുട്ടി ഒരു കാര്യം മനസ്സിലാക്കിയത്. അവിടെയുള്ള എല്ലാ പൂക്കളും, എല്ലാ ചെടികളും പരിചരിക്കാൻ ആളില്ലാതെ നശിച്ചു പോയിരുന്നു. ഇതിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കഴിഞ്ഞു പോയ ഒരു മെമ്മറി, കഴിഞ്ഞു പോയ ഒരു കാര്യം ആലോചിച്ച് ഈ പ്രസൻറ്റ് മറക്കുമ്പോൾ, ഈ പ്രസൻറ്റിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് പലതും നഷ്ടമാകുന്നുണ്ട്. അത് കാലം മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നിങ്ങൾ റിയലൈസ് ചെയ്യുക. അപ്പോൾ അതും ഒരു പാസ്റ്റിലെ മെമ്മറി മാത്രമായി തീരും. ഇപ്പം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുക. ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. ലൈഫിലുണ്ടായിട്ടുള്ള മെമ്മറീസിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. അതല്ലാതെ ആ വേദനകൾ മരണം വരെ കൊണ്ടെടുക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല.
പിന്നെ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുക, പുതിയ മെമ്മറീസ് ഉണ്ടാക്കുക, പുതിയ സ്കിൽ ഉണ്ടാക്കുക, പുതിയ സ്ഥലങ്ങൾ കാണുക, പുതിയത് തേടി ഒരു യാത്ര പോവുക. പഴയത് വിട്ടേക്ക്, നമുക്ക് മാറ്റാൻ കഴിയില്ല. പാസ്റ്റ് ഈസ് ഫിക്സഡ്, ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ പ്രസൻറ്റ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ചിലർ എന്നോട് പറയാറുണ്ട്, നിഹാലെ നമ്മളെങ്ങനെ ഈ എല്ലാ ഓർമ്മകളും ഒന്ന് മറക്കുക, ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ആയി പോയിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു എന്നുള്ളത്. അങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആ മെമ്മറീസാണ് ഇന്ന് കാണുന്ന നിങ്ങളെ നിങ്ങളാക്കി തീർക്കുന്നത്. ആ ഓർമ്മകളിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഈ ക്യാരക്ടറും ഈ ആറ്റിറ്റ്യൂഡും ഈ ബിഹേവിയറും ഒക്കെ രൂപം കൊണ്ടത്. സോ പൂർണ്ണമായിട്ട് എല്ലാ മെമ്മറീസും ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. ഒരുപാട് മെമ്മറീസ് കാരണമാണ് നിങ്ങൾക്കൊരു വ്യക്തിത്വം ഉണ്ടായത്. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഐ ഹോപ്പ് യു വിൽ ഗെറ്റ് എ ബെറ്റർ ലൈഫ് ഇൻ ദ ഫ്യൂച്ചർ. നൗ ഐ എം ഗോണ വൈൻഡ് അപ്പ്. ഇറ്റ്സ് മീ നിഹാൽ പൂക്കോടൻ.